ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ കീറി പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ ചിക്കി പൊരിച്ചത് എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ദോശയുടെ ഒക്കെ കൂടെ ഇത് മാത്രം മതിയാവും. ഈ ചിക്കൻ ഫ്രൈ മാത്രം കൂട്ടിയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. വേറെ ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോഗ്രാം ചിക്കനാണ്. ഇതിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ലാസ്റ്റ് വേവിച്ചതിന് ശേഷം കീറിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അല്പം വലുതായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ചിക്കൻ ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് സമയം എടുക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ. അത്ര വരെ നമുക്ക് വേവിക്കാം. ചിക്കൻ വേവിക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ. ഈ വെള്ളം കളയരുത്. നമുക്കിത് ലാസ്റ്റ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ സ്റ്റോക്ക് കളയാതെ എടുത്ത് വെക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഈ ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ ബാക്കിയുള്ള ചിക്കൻ സ്റ്റോക്ക് നമുക്കിവിടെ അടച്ചു വെച്ച് മാറ്റി വെക്കാം. നമുക്കിത് ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ഞാനിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. വളരെ എളുപ്പമാണ്. നന്നായിട്ട് വെന്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ എല്ലൊക്കെ നമുക്ക് കളയാം. എല്ല് മുഴുവനായിട്ട് കളഞ്ഞെടുക്കാം. മുഴുവൻ ചിക്കനും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ചിക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ എല്ലൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനും ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2-3 ചെറിയ കഷ്ണം പട്ട ചേർക്കാം. 2 ഏലക്കായ് ചേർക്കാം. 3-4 ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചൂടായതിന് ശേഷം ഇതിലേക്ക് 3 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഓരോന്നും 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പെരിഞ്ജീരകം മുഴുവനും ഒന്ന് പൊട്ടി വരണം. പെരിഞ്ജീരകം മുഴുവനും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 പച്ചമുളക് 2ആയിട്ട് കീറിയത് ചേർക്കാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് അല്ല, ചതച്ചിട്ടാണ് ചേർക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1/2 മിനിറ്റ് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരണം. അത്ര വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്തിട്ട് വഴറ്റാൻ. അപ്പോൾ 1 മിനിറ്റെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് വഴറ്റുക. ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർക്കാവൂ. കാരണം നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കിലും ഒക്കെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് വരെയൊക്കെ ഈ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന സ്റ്റോക്കൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടാവും. നമ്മളിതിൽ ചിക്കൻ വേവിച്ച വെള്ളം ചേർത്തിട്ട് ഇതുപോലെ വഴറ്റിയെടുത്ത ചിക്കന് നല്ലൊരു ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ തീ അല്പം കൂട്ടി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റാം. നമ്മളിതിൽ തക്കാളിയും മല്ലിയിലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മിനിറ്റെങ്കിലും ഇതുപോലെ ഒരല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചിക്കന് നല്ല ടേസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കറിയുടെ ഒക്കെ ഒരു രുചിയായിരിക്കും. അപ്പോൾ ഒരു 2-3 മിനിറ്റെങ്കിലും അല്പം ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ വരട്ടി എടുക്കണം, എങ്കിലേ അതിന് നല്ല രുചി കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ചിക്കൻ കീറി പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്കിത് മാത്രം മതി റൊട്ടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.